ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്ന് കാറ്ററിംഗ് സ്പെഷ്യലായിട്ടുള്ള നമ്മൾ കല്യാണത്തിനൊക്കെ വിളമ്പത്തില്ലേ, നമ്മൾ ഫ്രൈ റൈസ്, അതെങ്ങനെ നമ്മൾ വീട്ടിൽ തന്നെ റെഡിയാക്കാൻ നമുക്കൊന്ന് കാണാം. ഇതാണെങ്കിൽ എഗ് കറിയുടെ ചിക്കൻ കറിയുടെ ബീഫ് കറി എന്ത് വേണത്തിലൂടെ നമുക്കിത് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ. ആദ്യം നമ്മൾ അതിനകത്ത് ചോറ് വേവിക്കണം കേട്ടോ, ഏറ്റവും ആദ്യം. അപ്പോൾ അതിന് വേണ്ടി ഒരു ചെറുത്തിയം വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായി തിളയ്ക്കുമ്പോഴത്തേക്ക് 2-3 ടീസ്പൂൺ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ കറുവാപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക, തക്കോലം ഇതെല്ലാം നമ്മൾ ഇട്ട് കൊടുക്കണം. 2-3 ടീസ്പൂൺ ഉപ്പും ഇട്ട് കൊടുക്കണം. ഉപ്പ് വെള്ളവും ടേസ്റ്റ് നോക്കണം. ഇച്ചിരി ഉപ്പ് മുന്നിട്ട് നിൽക്കുന്ന രീതി വേണം ഇട്ട് കൊടുക്കാനായിട്ട്. പിന്നെയാണെങ്കിൽ 1 ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് മുന്നേ 2 കപ്പ് ഞാനാണെങ്കിൽ ബാസ്മതി റൈസ് ആണെങ്കിൽ കഴുകി ഒരു അരമണിക്കൂറത്തേക്ക് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞ് അത് നമുക്ക് അത് ഇട്ട് കൊടുക്കാം. 90% വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നിങ്ങൾക്കിങ്ങനെ മനസ്സിലാവുന്നില്ലെങ്കിൽ ഒരു അരി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പൊട്ടിച്ച് നോക്കുക. 2ആയിട്ട് പൊട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇത്ര ആയെന്ന്. അപ്പോൾ നമുക്കിതൊരു ഓട്ടപാത്രത്തിലോട്ട് നമുക്ക് മാറ്റി കൊടുക്കാം. അല്ലെങ്കിൽ വെള്ളത്തിൽ തന്നെ കടന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കലങ്ങി പോകാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ നമുക്ക് തുറന്ന് ഇരിക്കുന്ന പാത്രം എന്തെങ്കിലും വേണം, അതനുസരിച്ച് വേണം നമുക്ക് കോരിയെടുക്കാനായിട്ട്. ഇനി ഒരു കടായിലേക്ക് 2-3 ടീസ്പൂൺ നമുക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഒരു ഹാൻഡ്ഫുൾ നിറച്ച് അണ്ടിപ്പരിപ്പും ഒരു ഹാൻഡ്ഫുൾ നിറച്ച് നമുക്ക് മുന്തിരിങ്ങയും കൂടെ ഒന്ന് വറുത്തെടുക്കാം. മുന്തിരിങ്ങയൊക്കെ ഇതുപോലെയൊക്കെ നന്നായിട്ട് വേർത്ത് ഇങ്ങനെ ബ്രൗണിഷ് കളറൊക്കെ ആയി വരുമ്പോഴത്തെ നമുക്കിതെടുത്ത് മാറ്റാവുന്നേ ഉള്ളൂ. ഇനി ഒരു ക്യാരറ്റ് ഞാൻ ചെറുതായി അരിഞ്ഞാൻ വെച്ചിട്ടുണ്ട്, അതും കൂടെ നമുക്ക് അകത്തോട്ട് നേരെ എടുക്കാം. ഒത്തിരി ഓവർ കുക്കാക്കേണ്ട ആവശ്യമില്ല. ഒരു 2-3 മിനിറ്റത്തേക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. ഇതായി കഴിയുമ്പോൾ നമുക്കിത് മാറ്റാം. ഇനി നമുക്കാണെങ്കിൽ സവാള 2 സവാള നീളനെ അരിഞ്ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നമുക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമ്മളാണെങ്കിൽ സവാള നമുക്ക് അതിൻ്റെ ഇടയ്ക്കൊക്കെ ഇടത്തില്ലേ, നമ്മൾ ഫ്രൈ ബിരിയാണിക്കാണെങ്കിലും ഫ്രൈ റൈസിന് നമ്മൾ ഇടത്തില്ല. അപ്പോൾ അതുപോലെ ഉണ്ടാക്കാൻ നമ്മളിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് സവാള ഞാൻ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് എണ്ണയുടെ ക്വാണ്ടിറ്റി ഇച്ചിരി കുറവാന്ന് തോന്നിയപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒത്തിരി അധികം എണ്ണ ഒഴിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. എൻ്റെ കൂട്ട് അല്ലെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ സവാള ഒന്ന് വറുത്ത് കിട്ടിയാൽ മാത്രം മതി. അവിടെ ഒത്തിരി എണ്ണയുടെ ആവശ്യമൊന്നുമില്ല. ഇത്രയും കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. ഇതായി കഴിഞ്ഞപ്പോൾ നമുക്ക് എങ്ങനെ അത് ദം ചെയ്യും നമുക്കൊന്ന് കാണാം. ഇനി ആ പാത്രം തന്നെ ഞാൻ വെള്ളമൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കാണെങ്കിൽ ഏറ്റവും നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സും അണ്ടിപ്പരിപ്പും സവാളയൊക്കെ വറുത്ത് വെച്ചേക്കുന്നില്ല, അതാണ് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചോറിൻ്റെ ഫസ്റ്റ് ലെയർ നമുക്ക് വെച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ക്യാരറ്റും സവാളയൊക്കെ പിന്നെ ഇട്ട് ഇത് കണക്ക് നമ്മൾ ചോറ് എത്ര കഴിയുന്നവരെ അതുവരെ നമുക്ക് 2-3 ലെയർ എത്ര ആവുമെന്ന് വെച്ചാൽ അതനുസരിച്ച് നമ്മൾ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. ഇനി നമ്മളാണെങ്കിൽ ചോറ് വേവിച്ച് വെള്ളമില്ലയോ, അപ്പോൾ അതിനാണെങ്കിൽ ഒരു തവി വെള്ളം, ഒരു കുഴിത്തവിയില്ല നമ്മൾ കറി കുഴമ്പാനെടുക്കുന്ന അതിൻ്റെ ഒരു തവി അല്ലെങ്കിൽ ഒരു 1/4 കപ്പ് നമുക്കാണെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിന് മുന്നേ നമുക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ സവാള വറുത്ത എണ്ണയില്ല, അത് തന്നെ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് മുകളിലും ഒരു അണ്ടിപ്പരിപ്പിൻ്റെ ഇതിൻ്റെയൊക്കെ ഒരു ലെയർ നമുക്ക് വെച്ച് കൊടുക്കാം. പിന്നെ ഒരു നോൺ സ്റ്റിക്ക് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റത്തേക്ക് നമുക്ക് ദം ചെയ്യാം. അതിന് ശേഷം ഒരു 15 മിനിറ്റേക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. നമുക്കിത് സെർവ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പറയുന്നോട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. ബൈ ഫ്രണ്ട്സ്.